ട്രെയിൻ നമ്പർ 16160 മംഗലാപുരത്ത് നിന്നും ചെന്നൈ എഗ്മോർ വരെ പോകുന്ന മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മളിന്നുള്ളത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും, പാലക്കാട് ജില്ലയിലൊരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ ഈ റോഡിലേക്ക് പോവുകയാണ് ട്രെയിൻ കയറിയിട്ട്. അപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റാണ്, 12:40 എത്തുന്ന കാണിക്കുന്നത്. എന്തായാലും എത്താറായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇതാണ് മംഗലാപുരത്ത് നിന്ന് വരുന്ന ആ ചെന്നൈ വണ്ടി, അതായത് ഉച്ചക്കുള്ള വണ്ടിയാണ്. ഇത് ചെന്നൈ എഗ്മോർ പട്ടാമ്പിയിൽ 12:40 എത്തിയിട്ടുള്ളത്. കറക്റ്റ് 12:40 വണ്ടി വന്നത്. എന്തായാലും നമ്മളെ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ്. നമ്മളപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ട്രെയിനുകൾ വരലുണ്ട്, കാരണം ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണല്ലോ. ഷൊർണൂർ 5-10 മിനിറ്റോളം ഹാൾട്ട് ഉണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഉച്ചക്കൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഈ വണ്ടി എപ്പോൾ പിടിച്ചിട്ടിട്ടുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ പിടിച്ചിട്ട കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. ട്രെയിനിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ പുറത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറേണ്ട ഒരു ഇത് റിസർവ്ഡ് ആണ്, നമ്മൾ സിറ്റിംഗ് സീറ്റ് ആണ്. അപ്പോൾ ജനറൽ ടിക്കറ്റിൽ കയറേണ്ടവർ ചിലവർ അതിൽ തിരക്കായിട്ട് ഇതിൽ കയറലുണ്ട്. പിന്നെ TTR വന്നിട്ട് അതിലേക്ക് ആക്കും. അങ്ങനെയൊക്കെ പരിപാടികൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ. അങ്ങനെ അവസാനം വെയിറ്റിങ്ങിൻ്റെ ഒടുവിൽ ഷൊർണൂരിൽ നിന്നും വണ്ടി എടുത്തു. കാരണം കുറച്ചു നേരം വണ്ടി പിടിച്ചിട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം പല വണ്ടികളും വരുമ്പോൾ അതിനൊക്കെ വഴി കൊടുക്കാവും. അപ്പോൾ എന്തായാലും വാണിയംകുളം വഴി ഇനി അടുത്തത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മളെ ഡെസ്റ്റിനേഷന്. അപ്പോൾ എന്തായാലും ഷൊർണൂർ വഴി പോകുമ്പോൾ നമ്മുടെ പുഴ എല്ലാവർക്കും അറിയാമല്ലോ, ഷൊർണൂർ വഴി പോകുമ്പോഴുള്ള പുഴ കാണാം, ഭാരതപ്പുഴ. അങ്ങനെ ദൂരത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. പുഴയിൽ അത്ര വെള്ളമൊന്നും കാണാനില്ല, കുറവാണ് തോന്നുന്നുണ്ട്. ഒന്നാമത് വേനൽക്കാലല്ലേ. അപ്പോൾ പുഴയുടെ തീരം കാണുമ്പോൾ തന്നെ ഭയങ്കര വലിയൊരു പുഴയാണല്ലോ ഭാരതപ്പുഴ, എല്ലാവർക്കും അറിയാമല്ലോ. പട്ടാമ്പി ഷൊർണൂരൊക്കെ ഭാഗത്തുള്ള വലിയൊരു പുഴയാണ്. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് അത് മുഷിപ്പിക്കണില്ല, നമ്മളെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം അത്ര വലിയ റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല, 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു സ്റ്റേഷനാണ്. പക്ഷെ എന്താ അറിയില്ല, ഒരുപാട് ട്രെയിനുകൾ പാലക്കാട്, തമിഴ്നാട്, ചെന്നൈക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ ഈ വഴിയാണ് പോകാറുള്ളത്. ഞാൻ പലപ്പോഴും ഒറ്റപ്പാലം വഴിയാണ് പോകാറുള്ളത്. അപ്പോൾ ഒരുപാട് ട്രെയിൻ ഷൊർണൂർ നിർത്താതെ പട്ടാമ്പി നിർത്താതെ പോകുന്ന ട്രെയിനുകൾ ഒറ്റപ്പാലം വഴി പോകണത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഒറ്റപ്പാലം കഴിഞ്ഞപ്പോഴാണ് പാടങ്ങളും തെങ്ങുകളും ഒരുപാട് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. കാരണം പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള പാടം നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെള്ള കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കൊക്ക കൊറ്റിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ പാടം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളെ ഗ്രാമീണ ഭംഗി ശരിക്കും അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് വലിയ ഒരു പാടം തന്നെയാണ് നെൽപ്പാടം. അത് ഇപ്പോൾ ഇങ്ങനെ ഈ പച്ച കളർ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഈ കുറച്ച് കഴിഞ്ഞാലുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ തമിഴ്നാടൊക്കെ എത്തുന്ന വരെ കുറച്ച് വരണ്ടിട്ടായിട്ടുള്ള ഭൂമിയും ആ ഒരു മരങ്ങളും വരണ്ടിട്ടുള്ള ഒരു കാടും മറ്റൊക്കെയാണ്. ഈ സമയത്താണ് നമുക്ക് കുറച്ച് പച്ച പരവതാനി നമുക്ക് ഗ്രാമീണ ഭംഗി കുറേ കാണാൻ പറ്റുള്ളത്. ഇത് കണ്ടില്ലേ, വണ്ടി ഇപ്പോൾ പിടിച്ചിട്ടൊക്കെയാണ്. മറ്റുള്ളൊരു ട്രെയിനിന് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ചിട്ട് പോകുന്നു. ഈ ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങളുള്ളത്. പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉച്ച സമയമല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ നട്ടുച്ച നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ 5 മിനിറ്റോളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ട്രെയിനിലോട്ട് ട്രെയിൻ പറഞ്ഞാൽ ചെന്നൈ എഗ്മോറാണ്. മംഗലാപുരത്ത് നിന്ന് ചെന്നൈ വരെ പോകുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. 5 മിനിറ്റോളം നിർത്തിയിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷൻ, അതായത് ഒലവക്കോട് പറഞ്ഞ സ്ഥലത്താണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യണത്. നമ്മൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. പാലക്കാട് 5 മിനിറ്റോളം വണ്ടി നിർത്തിയിട്ടാണ് പോകാറുള്ളത്. ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോം 4 ഈ വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഈ IRCTCയുടെ ജീവനക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം ഈ ഉച്ച വെയിലത്ത് പൊരി വെയിലത്ത് അവർ ഈ പറഞ്ഞ മാതിരി ഭക്ഷണമൊക്കെ
കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ജീവിതമാർഗമല്ലേ ഇതായി പോയില്ലേ. നമ്മളപ്പോൾ പാലക്കാട് നിന്ന് ട്രെയിൻ വിട്ടു. ഇനി അടുത്തത് പോടനൂരാണ്. അതായത് കോയമ്പത്തൂരല്ല, കോയമ്പത്തൂരിന് മുന്നേ പോടനൂർ സ്റ്റേഷൻ. പോടനൂരാണ് ഏകദേശം കറക്റ്റായിട്ട് അതിർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പോത്തനൂര്. അപ്പോൾ ആ കുറച്ച് കാഴ്ചകൾ, പോടനൂർ എത്തുന്ന വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി അതിലേക്കാണ് പോകുന്നത്. ആ തെങ്ങിൻ തോപ്പും അതിൻ്റെ പുറകായിട്ട് ആ ദൂരെ കാണുന്ന മലയും കാണുമ്പോൾ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് എന്തൊരു ഭംഗിയാണല്ലേ. പക്ഷെ എന്താ അറിയില്ല, വരണ്ട ഭൂമിയാണ്, ചൂടല്ലേ. അപ്പോൾ നമുക്ക് കണ്ട മനസ്സിലാവും ചില ഭാഗത്തൊക്കെ കൃഷി നശിച്ച പോലെ, അതായത് തീ കത്തിയിട്ട മാതിരി ഉണ്ട്. കാരണം ചൂട് കാരണമാവാം, കാരണം അത്രയ്ക്ക് ചൂടല്ലേ. അപ്പോൾ ഈ നെൽപ്പാടങ്ങളൊക്കെ കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ചില നമുക്ക് കാണാൻ പറ്റും, ചിലയിടത്ത് പുകയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ അറിയില്ല, കത്തി നശിക്കുന്നതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും പുക ഇട്ടതാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്, അതായത് ആ മലകളും ആ ചുറ്റും കാണാൻ. അപ്പോൾ മഴക്കാലത്തൊക്കെ എന്ത് രസം ഉണ്ടാവില്ലേ ഇവിടെയൊക്കെ കാണാനേ. ഉച്ചക്കായതുകൊണ്ട് തന്നെ സിറ്റിംഗ് സീറ്റ് ഉണ്ട്. ഈ വണ്ടിയിൽ 2 ഉണ്ട് ട്രെയിനിലെ. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ എപ്പോഴും കിട്ടാറുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും. പാലക്കാട് കഴിഞ്ഞിട്ട് വാളയാർ എത്തുന്നതിന് മുന്നുള്ള കുറച്ച് കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അവിടെ നമുക്ക് കാണാൻ പറ്റും കറുത്ത കളറിലായിട്ട് ഈ പറഞ്ഞ പോലെ കത്തി നശിച്ചിട്ടുണ്ട് പല ഭാഗത്തും, ഉണങ്ങിയിട്ട് അത്രയ്ക്ക് വെയിലും ചൂടുമല്ലേ. അപ്പോൾ വാളയാർ നമ്മൾ എത്തിയിട്ടുണ്ട്. വാളയാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, മെയിൻ ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളതാണ് പാലക്കാട് തമിഴ്നാട്, അതായത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള. അങ്ങനെ വാളയാറും വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ മരങ്ങളും ഇവിടുത്തെ ആ ഒരു ഇത് പറഞ്ഞാൽ ഇങ്ങനത്തെ മരങ്ങളും കാടുകളും ഒക്കെയാണ് കുറേ കാണാൻ പറ്റും. വരണ്ടിട്ടാണെന്നുണ്ടെങ്കിലും അതിന് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ പോടനൂര് കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ കണ്ട കാഴ്ചകൾ എന്താ വെച്ചാൽ ഇവിടെ എന്തൊക്കെ പണികളും മറ്റും നടക്കുന്നുണ്ട് കാടിൻ്റെ സൈഡിലായിട്ട്. വല്ല കൺസ്ട്രക്ഷൻ ആണോ അതോ ഇനി റെയിൽവേയുടെ പണിയാണോ എന്ന് അറിയില്ല, എന്തൊക്കെ വർക്കുകളും മറ്റും നടക്കുന്നുണ്ട്. കോയമ്പത്തൂർ അടുത്ത് മധുക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെ കണ്ടതാണ് മറ്റ് ഒരു റെയിൽപാളത്തിലൂടെ വേറൊരു ട്രെയിന് തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ വന്ന പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രെയിനാണ്, എന്തൊക്കെ ചരക്കായിട്ട് പോകുന്ന ട്രെയിനാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ തമിഴ്നാട് എത്തിക്കൊണ്ടിരിക്കുക. തമിഴ്നാട് എത്തുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ വീടുകളും കെട്ടിടങ്ങളൊക്കെ കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോടനൂര് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചില ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിർത്താറുള്ളത്. ഈ ട്രെയിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. കോയമ്പത്തൂർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കാണുന്ന ഒരു കാഴ്ചയാണിത്. അതായത് ഒരു കായലാണ്, അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഒരു കായൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രെയിൻ ഈറോഡ് എത്തുന്ന മുന്നായിട്ട് കുറേ സ്റ്റോപ്പുകൾ അധികം ഉണ്ട്. അതായത് പിലമേട്, അതേപോലെ തന്നെ ഉട്ടുകുളി പറഞ്ഞ സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരുപ്പൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഉട്ടുകുളിയൊക്കെയാണ്. ഉട്ടുകുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈറോഡ് എത്തുന്നത്. അപ്പോൾ ഉട്ടുകുളി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉട്ടുകുളിയിൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്. ഉട്ടുകുളി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈറോഡുള്ളത്. കുറേ സ്റ്റോപ്പുള്ള ഒരു ട്രെയിനാണ് ഈ ചെന്നൈ എഗ്മോർ ഉച്ചയ്ക്കുള്ളത്. അങ്ങനെ നമ്മളെന്തായാലും ഈറോഡ് എത്തിയിട്ടുണ്ട്. ഈറോഡ് ആണ് നമ്മൾ ഇറങ്ങേണ്ടത്. 5 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടാണ് പിന്നെ ഈ വണ്ടി എടുക്കുക. നല്ല തിരക്ക് പിടിച്ച അത്യാവശ്യം നല്ല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈറോഡ്. നമ്മളിപ്പോൾ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈറോഡ് സ്റ്റേഷനിൽ പറഞ്ഞ മാതിരി പട്ടാമ്പിന്ന് ഈറോഡ് വരെയുള്ള ഒരു വ്ളോഗായിരുന്നു ഇന്നത്തെ. അപ്പോൾ ഇഷ്ടമായൊരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ തുറക്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.